حمدا كثيرا طيبا مباركا فيه. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികൾ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ സദാ നൽകിക്കൊണ്ടിരിക്കുന്ന അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അർ-റഹ്മാനും റഹീമുമായ അടിമകളുടെ എല്ലാ പോരായ്മകളും പാപങ്ങളും വീഴ്ചകളും വിട്ടുവീഴ്ച ചെയ്യുകയും പൊറുക്കുകയും മാപ്പ് നൽകുകയും പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യുന്നവനായ അടിമകളോട് അങ്ങേയറ്റ ഇഷ്ടവും സ്നേഹവുമുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും സാധ്യമായ രീതിയിൽ, കഴിയുന്ന രീതിയിൽ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും, വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹികമായ ബന്ധങ്ങളിലും സാമ്പത്തികമായ ഇടപാടുകളിലുമെല്ലാം പരലോകത്തെ സ്വർഗം പ്രതീക്ഷിച്ച് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ആഗ്രഹത്തോടുകൂടെ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിച്ച് മരണപ്പെട്ടു പോകാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
സഹോദരങ്ങളെ, സഹോദരിമാരെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശരീരത്തെക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ സ്നേഹം നമ്മുടെ കർമ്മങ്ങളിലൂടെ, നമ്മുടെ പ്രവർത്തന പദങ്ങളിലൂടെ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിർബന്ധവും സുന്നത്തുമായ ചെറുതും വലുതുമായ നന്മകൾ കൂടുതൽ അറിയാനുള്ള അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതം എല്ലാ രംഗത്തും കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ, ആ പുണ്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന് നമുക്ക് പ്രചോദനമാകേണ്ടത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ അറിയുക വഴി ആ പ്രവാചകനോടുള്ള സ്നേഹവും ഇഷ്ടവും ആ പ്രവാചകന്റെ മഹത്വവും ഇതെല്ലാം വർദ്ധിക്കാൻ നമ്മളെ സഹായിപ്പിക്കും. ഇതെല്ലാം ആ പ്രവാചകന്റെ കൽപ്പനകൾ ജീവിതത്തിൽ നിലനിർത്താനും വളരെ താല്പര്യത്തോടുകൂടി നിർവഹിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ ഈ ലോകത്ത് ആദം അലൈഹിസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആ മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കൊന്നും നൽകപ്പെടാത്ത ഒട്ടനവധി അനുഗ്രഹങ്ങൾ ദുനിയാവിലും മരണാനന്തര ജീവിതത്തിലും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലും സ്വർഗത്തിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകും. അത് ദുനിയാവിൽ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസിലും നമ്മെ, ചരിത്രങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ്. അത് നമ്മൾ അറിയണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതകൾ നമ്മൾ പഠിക്കണം. അതിലൊന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആൽ ഇംറാൻ അതിൽ 81-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. വൈദ അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ, അല്ലാഹു അമ്പിയാക്കന്മാരോട്, പ്രവാചകന്മാരിൽ അല്ലാഹു ഒരു കരാർ സ്വീകരിച്ച സന്ദർഭം. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടു മുമ്പുള്ള പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. ആ അമ്പിയാക്കന്മാർക്ക് മുഴുവൻ അവരോടെല്ലാം അല്ലാഹു ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. എന്താണ് ആ കരാർ? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് കിതാബ് നൽകുകയും വിജ്ഞാനം നൽകുകയും ചെയ്തിട്ട്, അതായത് ഓരോ നബിമാർക്കും അല്ലാഹു കിതാബ് നൽകുന്നു, അല്ലാഹു അവർക്ക് വഹീ നൽകുന്നു, വിജ്ഞാനം നൽകുന്നു, അറിവ് നൽകുന്നു. എന്നിട്ട് സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളോടൊപ്പം ഉള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ, ഒരു റസൂല് നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ഈ റസൂല് കൊണ്ട് ഉദ്ദേശം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആദം നബി മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള നബിമാരോട് അല്ലാഹു വാങ്ങിച്ച കരാർ, നിങ്ങൾക്ക് വേദഗ്രന്ഥവും വിജ്ഞാനം നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു റസൂൽ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ആ റസൂലിനെ ലതുമിനുന്ന ബിഹി, നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുക തന്നെ വേണം. വലതൻസുറന്നഹു, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുക തന്നെ വേണം. ഖാല അഖറർതും വഅഖൗതും അലാ ദാലികും മിസ്രി, പ്രവാചകന്മാരെ ഈ കരാർ നിങ്ങൾ അംഗീകരിച്ചോ? എന്നോടുള്ള ഈ ബാധ്യത, ഈ ഉത്തരവാദിത്വം, ഈ കരാറ് നിങ്ങൾ അത് സ്വീകരിച്ചോ എന്ന് എല്ലാ നബിമാരോടും അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രവാചകന്മാരുടെ മറുപടി ഖാലു അഖറർന, അല്ലാഹുവേ ഇതാ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ ആ കരാർ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി ഖാല ഫശ്ഹദു വഅന മഅകും മിനശ് ഷാഹിദീൻ, എങ്കിൽ നിങ്ങൾ സാക്ഷ്യം വഹിച്ചോളൂ, സാക്ഷ്യം വഹിക്കുന്നതോടൊപ്പം ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്
ലോകത്ത് കടന്നു വന്ന എല്ലാ അമ്പിയാക്കന്മാർക്കും നൽകിയ കരാറ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ പ്രവാചകന്റെ പ്രബോധനത്തെ, ആ പ്രവാചകനെ സഹായിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് കരാറ് വാങ്ങിയിട്ടല്ലാതെ ഒരു നബിയെയും ഒന്നും അയച്ചിട്ടില്ല എന്ന് ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വമാണ്, വലിയൊരു പ്രത്യേകതയാണ്. ഒരിക്കല് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്തിലെ ചില ഏടുകൾ അദ്ദേഹം വായിച്ചു. തൗറാത്തിലെ ചില ഏടുകൾ അദ്ദേഹം വായിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗം കാണുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഉമർ, താങ്കൾ കുഴപ്പത്തിലാകുകയാണോ? താങ്കൾ വേദക്കാരുടെ കിതാബുകൾ വായിച്ച് ഒരുപക്ഷെ അതിൽ അറിയിക്കപ്പെട്ടത് അത് ചിലപ്പോൾ സത്യമായിരിക്കാം, അതിന് നിങ്ങൾ നിഷേധിച്ചിരിക്കാം. ചിലപ്പോൾ അതിന് കളവുണ്ടായിരിക്കാം, അതിന് നിങ്ങൾ സത്യപ്പെടുത്തിയിരിക്കാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ വല്ലദീ നഫ്സി ബിയദിഹി ലൗ അന്ന മൂസ കാന ഹയ്യൻ മാ വസിഉ ഇല്ലാ യത്തബഅനി. അവിടെ കൊടുക്കുന്ന ഒരു വാചകമുണ്ട്. കാരണം തൗറാത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തതിന് പുറമെ അവർ സ്വന്തം കരങ്ങൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയ വാചകങ്ങളുണ്ട്. നിങ്ങൾ അവര് പറയുന്നതിനെ, അത് ചിലപ്പോൾ നല്ലതിനെ നിങ്ങൾ നിഷേധിക്കുകയും സത്യമുള്ളതിനെ നിങ്ങൾ നിഷേധിക്കുകയും അസത്യത്തെ ചിലപ്പോൾ നിങ്ങൾ സത്യപ്പെടുത്തുകയും വരാം. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മം പാലിക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാമാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ പിൻപറ്റുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അറിയിക്കുകയാണ്. അത് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചെയ്ത കരാറിന്റെ ഭാഗമാണ്. അന്ത്യനാളെടുക്കുമ്പോ മസീഹ് ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവിനെ സംബന്ധിച്ച് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. ആ ഹദീസിൽ മുസ്ലിങ്ങൾ, ആ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങൾ അവിടെ പള്ളികളിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാം കയറി വരികയാണ്. അപ്പോ അവിടെയുള്ള അമീറന്മാർ, അവരുടെ മുസ്ലിങ്ങളായ ആളുകൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇമാം നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്നു, നിങ്ങളാണ് അത് യോഗ്യർ, നിങ്ങൾ അത് നിൽക്കണം, നിങ്ങളെയാണ് അത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചതെന്ന് പറഞ്ഞ് ഈസാ നബി അലൈഹി ഇസ്ലാം മൗമുമായി നിൽക്കുകയും അവിടെ അന്നത്തെ ഇമാമാർ, മുസ്ലിം ഭരണാധികാരികൾ അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാർ ഇമാമായി നിൽക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ചോദിക്കുന്നുണ്ട് സഹാബികൾ, ആ സമയത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം ഏത് കൽപ്പനകൾ അനുസരിച്ചാണ് ആളുകളെ പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോ അല്ലാഹു അവസാനമായി ഇറക്കിയ ഖുർആനെ അവലംബിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുക, അദ്ദേഹം പഠിപ്പിക്കുക, അദ്ദേഹം നേതൃത്വം കൊടുക്കുക എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ ഒരു അസർ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയാണ് ഈ ഹദീസുകളിലൂടെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ലോകത്തെല്ലാ നബിമാർ, എല്ലാ അമ്പിയാക്കന്മാരോടും അല്ലാഹു വാങ്ങിയ കരാറ്, അല്ലാഹു സ്വീകരിച്ച കരാറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ, അവര് ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ അവരുടെ അടുക്കൽ വന്നാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ പിന്തുടരുകയും വേണമെന്ന് അവരോട് കരാറ് വാങ്ങിയിട്ടല്ലാതെ ഈ ദുനിയാവിലേക്ക് അവർ അയച്ചിട്ടില്ല. മറ്റൊരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് മുഴുവൻ മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൽ കാണാൻ കഴിയും, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. അല്ലയോ മനുഷ്യരെ, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങൾക്ക് മുഴുവൻ മനുഷ്യന്മാർക്കുമുള്ള അല്ലാഹുവിന്റെ പ്രവാചകനാകുന്നു ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ വേണ്ടി ഖുർആൻ പ്രവാചകനോട് കൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന് മാത്രം നൽകപ്പെട്ട മറ്റു പ്രവാചകന്മാർക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം ഇതാണ്, വഉർസിൽതു ഇലാ ഖൽഖി കാഫ, എന്നെ അല്ലാഹു അയച്ചത് എല്ലാ സൃഷ്ടികളിലേക്കുമുള്ള ദൂതനായിക്കൊണ്ടാണ് അല്ലാഹു എന്നെ അയച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം മുമ്പുള്ള നബിമാരെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി ഇസ്ലാം ആകട്ടെ, മൂസാ നബി അലൈഹി ഇസ്ലാം ആകട്ടെ, അതിനു മുമ്പ് കഴിഞ്ഞുപോയ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ അവരെല്ലാം
അവരെല്ലാം ആ സമുദായത്തിലേക്ക് മാത്രമായിരുന്നു. അവിടെ സംസാരം കാണാം. സമൂദ് ഗോത്രത്തിലേക്ക് വന്ന സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോ, അതുപോലെ ആദ് ഗോത്രത്തിലേക്ക് കടന്നു വന്ന ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോ, അതുപോലെ സദൂം നിവാസിന്റെ അടുക്കിലേക്ക് വന്ന ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോ, ഇങ്ങനെ ഓരോ ബനൂ ഇസ്രായേലിലേക്ക് കടന്ന പ്രവാചകന്മാർ അവരെല്ലാം ആ സമുദായത്തിൽ മാത്രമായിരുന്നു. എന്നാൽ അല്ലാഹു എന്നെ നിയോഗിച്ചത് ലോകത്തിന് മുഴുവൻ മനുഷ്യന്മാർക്കുമുള്ള പ്രവാചകനായിട്ടാണ് അല്ലാഹ് എന്നെ നിശ്ചയിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ പ്രവാചകൻ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് മറ്റ് അമ്പിയാക്കന്മാർക്കില്ലാത്ത ഒട്ടനവധി പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പ്രവാചകന്റെ പേരുകൾ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പേരുകളുടെ കൂട്ടത്തിൽ ആ പേരിൽ ഒന്ന് അന ആക്കിബ് ലി ഖംസത്തു അസ്മാൻ, എനിക്ക് 5 നാമങ്ങളുണ്ട്. 5 നാമങ്ങളിൽ ഒന്ന് അന മുഹമ്മദ്, അന അഹ്മദ്, അന ഹാഷിർ, അന മാഹി വന ആക്കിബ്. ഞാൻ അവസാനമായി എനിക്ക് ശേഷം ഒരു നബിയില്ല, ഞാൻ അവസാനമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന ഒരു പേരിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അത്രയും പ്രത്യേകതകൾ നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് മുഴുവനുള്ള പ്രവാചകനാണ് എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. യാത്ര കഴിഞ്ഞ് മദീനയിലേക്ക് പ്രവാചകൻ എത്തി. ആ സമയത്ത് മദീനയിൽ ഒരു സഹാബിയുടെ വളപ്പിൽ ഒരു സഹാബിയുടെ ഒട്ടകങ്ങൾ ഒരുമിച്ച് ഒരു ഒട്ടകം വിറളിയെടുത്ത് ആരടുത്തേക്ക് പോയാലും അതിനെ കീഴ്പ്പെടുത്താൻ കഴിയാതെ അത് വിറളിയെടുത്ത് നിൽക്കുകയാണ്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒട്ടകത്തിന്റെ അടുത്തേക്ക് പോയി. സഹാബി പറഞ്ഞു, പ്രവാചകരെ അത് വിറളിയെടുത്ത് നിൽക്കുകയാണ്, സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുക്കിലേക്ക് പോയപ്പോ അത് വളരെ വിനയാന്വിതമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അത് മുട്ടുകുത്തി അവിടെ ഇരുന്നു. പ്രവാചകൻ സഹാബിയോട് പറഞ്ഞു, ഒരു ഒട്ടകത്തെ കെട്ടുന്ന അതിന് കടിഞ്ഞാൽ കൊണ്ടുവരാൻ പറഞ്ഞു. പ്രവാചകൻ അതിന് കടിഞ്ഞാലിട്ടു. എന്നിട്ട് ആ ഒട്ടകത്തിന്റെ ആളാരോ ഉടമസ്ഥനാരാണോ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്നഹു ലൈസ ശൈഉൻ ബൈന സമാഇ വൽ അർള് ഇല്ലാ യഅലമു അന്നി റസൂലുള്ളാഹി ഇല്ലാ ആസിയൽ ജിന്നി വൽ ഇൻസ്. ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ ഒരു വസ്തുവുമില്ല, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് അറിയാത്ത ഒരു സിദ്ധിയുമില്ല. മനുഷ്യരിലും ജിന്നിലും അനുസരണക്കേട് കാണിക്കുന്നവരല്ലാത്തവരെല്ലാം ഞാൻ പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്ന വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സിദ്ധികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതകൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ കുറിച്ച് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ അല്ലാഹു നിന്നെ അയച്ചിട്ടില്ല, നിന്നെ പ്രവാചകനായി നിയോഗിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറയുകയാണ്. ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത്. ഇതിന്റെ തഫ്സീറുകളിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ആ മുഴുവൻ മനുഷ്യന്മാർക്കുമുള്ള കാരുണ്യവും അത് വിശ്വസിച്ചവർ പ്രവാചകനെ ഇത്തിബാ ചെയ്യുകയും പിന്തുടരുകയും ചെയ്താൽ അവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. എന്നാൽ പ്രവാചകനോട് അനുസരണ കാണിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഈ ദുനിയാവിൽ ആ പ്രവാചകൻ കാരുണ്യമാണ് എന്നതിന്റെ തെളിവാണ് ഈ ആയത്ത് എന്ന് ഇതിന്റെ തഫ്സീറുകളിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. കാരണം ഈ ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ് പ്രവാചകൻ. ഇന്ന് സത്യനിഷേധികൾ പറഞ്ഞു പരത്തുന്നത് പോലെ പ്രവാചകനെ കുറിച്ച് ഇല്ലാ കഥകൾ പറയുകയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ഇസ്ലാമിനെ കടന്നു വരാൻ ശ്രമിക്കുന്ന ആളുകളെ തടയിടാനും അവരുടെ ഈ നുണപ്രചാരങ്ങൾ കൊണ്ട് കഴിഞ്ഞെങ്കിലും ഒരു പരിധിവരെ തടയാമെങ്കിലും അതിന്റെ യാഥാർത്ഥ്യം പ്രവാചകന്റെ ജീവൻ ചരിത്രത്തെ കുറിച്ച് കൃത്യമായി അറിയുകയും പഠിക്കുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആളുകൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരാനും
പ്രവാചകൻ വിശ്വസിക്കാനും പ്രവാചകന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തിൽ നിർത്തുവാനും കഴിയുമെന്നൊരു സത്യമാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അവര് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അല്ലയോ പ്രവാചകനെ, യാ റസൂലുള്ളാഹ് അലൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കണം. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 43ാമത്തെ വയസ്സിൽ പ്രവാചകൻ പരസ്യ പ്രബോധനം തുടർന്നു മുതൽ ശക്തമായ പീഡനങ്ങൾ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ശാരീരികമായ ഉപദ്രവം കൊണ്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്തതിലപ്പുറം അവർ സഹിക്കേണ്ടി വന്നു. 3 വർഷക്കാലം പട്ടിണി കിടക്കേണ്ടി വന്നു. അവർക്ക് ഇലകൾ നിന്ന് ജീവിക്കേണ്ട സാഹചര്യം ക്ഷേമഭൂത്താലികൾ അവർക്കുണ്ടായി എന്നത് ചരിത്രം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഇതുപോലെ പ്രവാചകന്റെ ശിഷ്യന്മാർക്ക് ഒരു നാട്ടിൽ നിന്നും, മക്കയിൽ നിന്നും, ജനിച്ചുള്ള നാട്ടിൽ നിന്നും അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. അബിസയിലേക്കും ഹബിഷയിലേക്കും പിന്നീട് മദീനയിലേക്കും അവർ ഹിജറ പോകേണ്ടി വന്നു. ഒരുപാട് മർദ്ദനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ശത്രുക്കൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുണി വലിച്ചിട്ട് പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചു. അബൂബക്കർ സിദ്ദീഖ് ഇടപെടലുണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകനെ വധിച്ചു കളയുന്ന സന്ദർഭം വരെ ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് പീഡനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ തോളിൽ ചീജെളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ വലിച്ചെറിഞ്ഞ് പ്രവാചകനെ കഴുത്തു പൊക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊണ്ടാണ് ആ മാലിന്യം എടുത്തു മാറ്റിയതെന്ന് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത്രമാത്രം പീഡനങ്ങൾ. അവർ സഹാബികളൊന്നും പറഞ്ഞു, റസൂലേ, ഇങ്ങനെ താങ്കളെ പീഡിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ആ മുശ്രിക്കുകൾക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യണം. യാ റസൂലുള്ളാഹി മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി നോക്കൂ നിങ്ങൾ, കാരുണ്യത്തിന്റെ പ്രവാചകൻ, അല്ലാഹ് എന്നെ നിശ്ചയിച്ചത് ശപിക്കുന്നവനായിട്ടല്ല, ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കുന്നവനായിട്ടല്ല, ശാപവാക്കുകൾ ഉരുവിടുന്നവനായിട്ടല്ല എന്നെ നിയോഗിച്ചത്. അല്ലാഹ് എന്നെ നിയോഗിച്ചത് കാരുണ്യമായിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അപ്പൊ പ്രവാചകൻ, സത്യനിഷേധികളായ ആളുകൾ അവരറിവില്ലായ്മ നിമിത്തമായിരിക്കാം, പ്രവാചകന്റെ കുറിച്ച് അവർക്ക് ശരിക്കും പഠിക്കാത്തതുകൊണ്ടായിരിക്കാം, അവർക്ക് അല്ലാഹുവിന്റെ ഹിദായത്ത് കിട്ടാത്തത് കൊണ്ട് അവർ പ്രവാചകനെ ഇത്രമാത്രം കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചു. മറ്റൊരിക്കൽ ദൗസ് ഗോത്രത്തിലെ ഒരു വ്യക്തി തുഫൈൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭത്തിൽ പഠിക്കാം. തുഫൈൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ എന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണ്. ആ നാട്ടിലെ നേതാവാണ്, ദൗസ് ഗോത്രത്തിലെ നേതാവാണ് ഞാൻ അവിടെ അനുസരിക്കപ്പെടുന്ന നേതാവാണ്. അതുകൊണ്ട് ഞാൻ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്. അങ്ങനെ ദൗസ് ഗോത്രത്തിലേക്ക് തുഫൈൽ റളിയല്ലാഹു അൻഹു എത്തി. അവിടെ അദ്ദേഹം ആളുകളെ ക്ഷണിച്ചു. ഒരു വ്യക്തിയല്ലാതെ അദ്ദേഹത്തിൽ ആദ്യഘട്ടത്തിൽ മറ്റാരും വിശ്വസിച്ചില്ല. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മാത്രമാണ് ദൗസ് ഗോത്രത്തിൽ നിന്ന് തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബി. അങ്ങനെ അദ്ദേഹം തിരിച്ചെത്തി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി. കാരണം ദേഷ്യം ഒന്നുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ഇതുവരെ മുസ്ലിം ആകുന്നതിന് മുമ്പ് സർവസമ്മതമായി എല്ലാവരും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്ത ആ ജനത ഇപ്പോൾ ഞാൻ മുസ്ലിമായ ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരാനും പ്രവാചകനിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും പ്രവാചകന്റെ ഗുണവിശേഷങ്ങളും പ്രവാചകൻ സംസാരിച്ചപ്പോ എന്നെ നിഷേധിക്കുകയും ചെയ്ത ആ അമർഷത്തിലും ദേഷ്യത്തിലുമായിരുന്നു തുഫൈൽ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ റസൂലുള്ളാഹ്, ഇന്ന ദൗസൻ കദഅസൻ, പ്രവാചകരെ, ഞാൻ ദൗസ് ഗോത്രത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അവർ എന്നോട് അനുസരണക്കേട് കാണിച്ചു, അവർ സ്വീകരിക്കാൻ വിസമ്മതിച്ചു. അതുകൊണ്ട് ആ ദൗസ് ഗോത്രത്തിനെതിരെ, ചില റിപ്പോർട്ടിൽ അവരെ നശിപ്പിക്കാൻ പ്രവാചകനെ നിങ്ങൾ ദുആ ചെയ്യണം. നോക്കൂ നിങ്ങൾ, സ്വാഭാവികമായി അതുവരെ അനുസരിക്കപ്പെട്ട ആള് ഞാൻ മുസ്ലിമായ കാരണത്താൽ എന്നെ അനുസരിക്കാനായി ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നില്ല, അതുകൊണ്ട് അവർക്കെതിരെ നിങ്ങൾ ശാപപ്രാർത്ഥന നടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഹിദി ദൗസ, അല്ലാഹുവേ ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് നൽകണേ, അല്ലാഹുവേ ദൗസ് ഗോത്രത്തിന് നീ സന്മാർഗ്ഗം നൽകണേ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, അല്ലാഹുവേ അവരെ നീ മുസ്ലിങ്ങളായി അവരെന്റെ അടുക്കിലേക്ക് എത്തിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുകൂലമായി പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. പിന്നീട് ബദറും ഉഹദും ഖന്തഖുമെല്ലാം കഴിഞ്ഞ് ഖൈബർ പ്രവാചകൻ മദീനയിലെത്തിയ സമയത്ത് ഈ ദൗസ് ഗോത്രത്തിലെ 80ഓളം കുടുംബങ്ങൾ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിന് പഠിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രം
ഈ ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത്. ആ പ്രവാചകന്റെ ആ പദപ്രയോഗം, ഞാൻ യാ അയ്യുഹന്നാസ് ഇന്നമാ അന റഹ്മത്തുൽ മുഹ്താ, അല്ലയോ മനുഷ്യരെ ഞാൻ നിങ്ങൾക്കുള്ള കാരുണ്യമാണ്, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ, ഹിദായത്ത് ലഭിക്കാനുള്ള ഒരു മാർഗദർശി വഴികാട്ടിയും അതിനുള്ള കാരണക്കാരനുമാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. അത്രമാത്രം പ്രത്യേകത ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെ ജീവചരിത്രം നാം പഠിക്കണം. ആ പ്രവാചകന്റെ പ്രത്യേകതയെ കുറിച്ച് അറിയണം. ഇവിടെ രണ്ടു തരം മുസ്ലിങ്ങളിലെ ആളുകളെ കാണാൻ കഴിയും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു പ്രവാചകനാണ് എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അറിയാതെ, മറ്റൊന്നും ജീവിതത്തിൽ പാലിക്കാതെ ജീവിക്കുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇല്ലാ കഥകളും, ഇല്ലാത്ത പോലീസുകളും, ഇല്ലാത്ത പ്രത്യേകതകളും, പ്രവാചകനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ഗദ്യപദ്യ സമ്മിശ്രമായ കഥകളും പാട്ടുകളും മൗലൂദുകളുമായി നടക്കുന്ന മറ്റൊരു വിഭാഗം. ഇത് രണ്ടിനുമിടയിലാണ് ഹക്ക്, ഇത് രണ്ടിനുമിടയിലാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നാം കൂടുതൽ അറിഞ്ഞാൽ, കൂടുതൽ പഠിച്ചാൽ അദ്ദേഹത്തോടുള്ള ഇഷ്ടം വർദ്ധിക്കും, അദ്ദേഹത്തോടുള്ള സ്നേഹം വർദ്ധിക്കും. ആ പ്രവാചകന്റെ കൽപ്പനകൾ, ആ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചെറുതും വലുതുമായ ഉപദേശങ്ങൾ, അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് അതിന്റേതായ ഗുണവും ഫലവും അതിന്റെ മാറ്റങ്ങളും സഹോദരങ്ങളെ നമ്മളിൽ ഉണ്ടാകും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിന് മുഴുവൻ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് വ്യത്യസ്തമായ പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അത് മറ്റു ചില ഖുതുബകളിലൂടെയും ക്ലാസുകളിലൂടെയും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം ആ പ്രവാചകൻ അത്രമാത്രം മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് അന ഖാത്തമുൻ നബിയ്യീൻ, ഞാൻ പ്രവാചകന്മാരിൽ അന്തിമനാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവസാനത്താണെന്ന് മാത്രം ഇനി ഒരു പ്രവാചകൻ വരാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും, മാ കാന മുഹമ്മദുൻ അബാ അഹദ് മിൻ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വ ഖാത്തമുൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പദം, അദ്ദേഹം ഖാത്തമുൻ നബിയാണ്, നബി പ്രവാചകന്മാരിൽ അന്തിമനാണ്, അന്തിമ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനിയൊരു പ്രവാചകൻ വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തു, ഇനിയൊരു കാലഘട്ടം വരും, ഇന്നഹു സയകൂനു ഫീ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരും, ചില ആളുകൾ ഉണ്ടാകും, 30ഓളം കളവ് പറയുന്ന ആളുകൾ, കുല്ലുഹും യസ്അമു അന്നഹു നബിയ്യുൻ, അവരെല്ലാം ഞാൻ നബിയാണ്, ഞാൻ പ്രവാചകനാണെന്ന് വാദിക്കുന്ന പറയുന്ന ആളുകൾ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ പഠിച്ചു വെക്കണം, വല ഖാതമൻ നബിയ്യിൻ ലാ നബിയ്യ ബഅദി, ഞാൻ പ്രവാചകൻ അന്തിമനാണ്, ഇനിയൊരു പ്രവാചകൻ വരാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. പ്രവാചകന്മാരുടെ ആ കൂട്ടത്തെ അല്ലെങ്കിൽ ആ സംഘത്തെ പ്രവാചകൻ ഒരു വീടിനോടാണ് ഉപമിച്ചത്. ഇന്ന മസലി വ മസല അംബിയാ മിൻ ഖബലി, ഞാനും എന്റെ ഉപമയും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ അംബിയാക്കന്മാരുടെ ഉപമയും ഒരാൾ ഒരു വീടുണ്ടാക്കിയതുപോലെയാകുന്നു. ഒരാൾ ഒരു ഭവനം ഉണ്ടാക്കി, അപ്പൊ ആളുകളെല്ലാം ആ ഭവനത്തിനെ ഇങ്ങനെ കാണാനും അതിനെ ചുറ്റാനും തുടങ്ങി. എന്ത് നല്ല ഭവനം, എന്തു നല്ല വീടാണത്. പക്ഷേ ആ വീട്ടിൽ ഒരു ഇഷ്ടിക, ഒരു ഭാഗത്ത് ഒരു കോർണറിൽ ഒരു ഇഷ്ടിക വെച്ചിട്ടില്ല. അപ്പൊ ആളുകൾ സംസാരിക്കുകയാണ് ചുറ്റും കാണുമ്പോ, ഈ സൗധത്തിൽ, ഈ കെട്ടിടത്തിൽ ആ ഇഷ്ടിക കൂടി, ഒരു ഇഷ്ടിക കൂടി വെച്ചിരുന്നുവെങ്കിൽ അത് പൂർണ്ണമാകുമായിരുന്നു എന്ന് ആളുകൾ സംസാരിക്കുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അനൽ ലബിന, ഞാനാണ് ആ ലബിൻ, ഞാനാണ് അഷ്ടിക. പ്രവാചകമാകുന്ന പ്രവാചകന്മാരുടെ ശൃംഖലകളെ ഒരു കെട്ടിടത്തോട് അല്ലെങ്കിൽ ഒരു വീടിനോട് ഉപയോഗിക്കുകയും ആ വീട്ടിലെ ആ ഭാഗത്ത് വെക്കാതിരുന്ന ഇഷ്ടിക അവസാനത്തെ പ്രവാചകനെ ഞാനാണ് എന്ന് ഒരു ഉപമാരീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യുമ്പോ, ഇന്ന് പ്രവാചകന്റെ കാലഘട്ടം മുതൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ വരെ പ്രവാചകനാണെന്ന് വാദിക്കുന്ന ആളുകളും അതിന് അനുകൂലമായി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് ശേഷം ഒരു നബിയുണ്ട് എന്ന് വാദിച്ചാൽ, പ്രവാചകന് ശേഷം ഒരു പ്രവാചകനുണ്ട്, ഒരു നബിയുണ്ടെന്ന് വാദിച്ചാൽ അവൻ കുഫ്രിയത്തിലേക്ക്, ഇസ്ലാമിന് പുറത്തു പോകുന്ന വിഷയമാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുറിച്ച് പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിലേക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. രോഗകാരണമായി അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തോട് വിളിച്ചു പറയുന്നത്, അൻത മിന്നി ബിമൻസിലത്തി ഹാറൂൻ മിൻ മൂസ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ഹാറൂനുള്ള സ്ഥാനം എങ്ങനെയാണോ അതുപോലെയാണ് എന്റെ അടുക്കൽ താങ്കൾക്കുള്ള സ്ഥാനം. അതുകൊണ്ട് ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല എന്ന് അദ്ദേഹത്തോട് പഠിപ്പിക്കുകയാണ്. ഇന്ന് അലി റളിയല്ലാഹുവിന്റെ അനുകൂലികൾ എന്നറിയപ്പെടുന്ന
അവരെ ആളുകളെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു ഭൂരിഭാഗം വിഭാഗങ്ങൾ അവർ പ്രവാചകൻ സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടേണ്ട വഹി അത് അലി റളിയല്ലാഹു അൻഹു പ്രവാചകനാകേണ്ടത് എന്നുവരെ പറയുകയും പരത്തുകയും എഴുതുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രവാചകന് ശേഷം അതാണ് ഖാത്തമുൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പേരായി പഠിപ്പിച്ച കൂട്ടത്തിൽ ഞാൻ അവസാനത്തെ പ്രവാചകനാണ് എന്ന് നബി സ്വയം പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലും ചരിത്രങ്ങളിലും സത്യസന്ധമായ വസ്തുതകൾ ഉൾക്കൊള്ളുകയും അത് എപ്രകാരമാണോ പ്രവാചകൻ വിശദീകരിച്ചത് അതിന് കവിയാതെ പ്രവാചകൻ പഠിപ്പിക്കാത്ത പദപ്രയോഗങ്ങളോ പ്രവാചകൻ വിശേഷിപ്പിക്കാത്ത വിശേഷണങ്ങളോ പ്രവാചകന് നൽകുക വഴി പ്രവാചകനെ ആദരിക്കുകയല്ല സത്യത്തിൽ ചെയ്തത്, അനാദരിക്കലാണ്. മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച ആ രംഗത്ത് അടിയുറച്ചു നിൽക്കുകയും അതിലൂടെ സ്നേഹവും മഹത്വവും വർദ്ധിക്കുകയും അത് പ്രവാചകന്റെ കൽപ്പനകൾ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമുക്ക് സഹായമാകേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ വർദ്ധിക്കേണ്ടതുണ്ട്. അതിന് അർഹമുർ റഹീമായ പടച്ചതമ്പുരാൻ എല്ലാവിധ അറിവുകളും വിജ്ഞാനങ്ങളും ആ മഹത്വവും അള്ളാഹു നമുക്ക് നൽകി ആദരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മെ ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും നമുക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും സദാ നൽകിക്കൊണ്ടിരിക്കുന്ന അർഹമുർ റഹീമീനായ പടച്ചതമ്പുരാന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസികൾ, രണ്ട് കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഹജ്ജിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി 20-ാം തീയതിയാണ്. ആരെങ്കിലും പോകാൻ കുടുംബസമേതം പോകാൻ തീരുമാനിച്ചവരുണ്ടെങ്കിൽ അതിനെത്രയും വേഗം ആ അപേക്ഷ നൽകണമെന്ന് അതിന്റെ ജനറൽ സെക്രട്ടറി അറിയിച്ചത് കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ഇമാമിന് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ അദ്ദേഹം കഴിഞ്ഞിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഷഹീദുള്ളാഹ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി രോഗം പൂർണ്ണമായി ശിഫ ആകാനും ആഫിയത്ത് തിരിച്ചു കിട്ടാനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് വസീയത്തിൽ അല്ലാഹു അദ്ദേഹത്തിന് നൽകപ്പെടുന്ന ചികിത്സ പൂർണ്ണമായ ആരോഗ്യവും ശിഫയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസവും പൂർണ്ണമായ സൗഖ്യവും അല്ലാഹു അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഗൈബിയായ പ്രാർത്ഥനകൾ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ ഒരു മുസ്ലിമായാലും അടിമ മറ്റുള്ളവർക്ക് വേണ്ടി ഗൈബിയായി അദൃശ്യമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. മുസ്തജാബത്തുൻ, അതിന് ഉത്തരം നൽകുമെന്നാണ്. മാത്രമല്ല, നമ്മുടെ തലയ്ക്ക് വീട് അല്ലാഹു ഒരു മലക്ക് ഉപയോഗിക്കുകയും ആ മലക്ക് നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുകയും വലക്ക ബിമിസ്ലിഹി, എന്താണോ അവന് വേണ്ടി ദുആ ചെയ്തത് അല്ലാഹു അത് ഇവനും നൽകണേ എന്ന് ആ മലക്ക് പ്രാർത്ഥിക്കുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണുകയും. അതുകൊണ്ട് ഗൈബിയായ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക്, പ്രയാസപ്പെടുന്ന മിനിങ്ങൾക്ക്, വേദനിക്കുന്ന മിനിങ്ങൾക്ക്, ലോകർക്ക് സമാധാനത്തിനും അവരുടെ ആഫിയത്തിനും സൗഖ്യത്തിനും വേണ്ടിയുള്ള ദുആകളിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ദീനീപരമായ അറിവ് നേടാനും ജീവിതത്തിൽ നിലനിർത്തുവാനുമുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പോരായ്മകൾ, വീഴ്ചകൾ അല്ലാഹു പുറത്തു തരികയും വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ ആരോഗ്യത്തിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഞങ്ങളുടെ മക്കളിലും ഖൈറും ബർക്കത്തും നിഅമത്തും നീ വർദ്ധിപ്പിച്ചിരുമാറാകണേ. എല്ലാവിധ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണേ. അല്ലാഹു ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവിടെ ഖബർ ജീവിതവും വെളിച്ചവും വിശാലതയും സമാധാനവും നൽകുമാറാകണേ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗികളിൽ പൂർണ്ണമായ ആരോഗ്യവും ശിഫയും ശമനവും പ്രദാനം ചെയ്യുമാറാകണേ. അല്ലാഹുവേ ഈമാനോടുകൂടെ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹു മഅഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന
المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الفردوس الأعلى من الجنة اللهم إنا نسألك الفردوس الأعلى من الجنة اللهم إنا نسألك الفردوس الأعلى من الجنة ربنا تقبل دعاء إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.